നമസ്കാരം. കഴിഞ്ഞ സീസണിന്റെ സമാനമായ ഒരു ദുരന്തത്തിലേക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിലവിലെ പോക്ക്. സ്വന്തം തട്ടകത്തിൽ പോലും കാര്യമായ വെല്ലുവിളി ഉയർത്താൻ സാധിക്കാതെ പത്തി മടക്കുമ്പോൾ CSK ആരാധകരും വലിയ നിരാശയിലേക്ക് വീണു കഴിഞ്ഞു. വെറും 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിധിയെഴുതി ഈ ടീമും വെച്ച് എങ്ങനെ കപ്പുയർത്തും എന്ന്. അത്രമാത്രം ആശങ്കകൾ ഉണ്ടാക്കുന്ന തണുപ്പൻ പ്രകടനമാണ് ഋതുരാജ് ഗെയ്ക്വാദും സംഘവും പുറത്തെടുക്കുന്നത്. ഇതുവരെയുള്ള മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ -2.562 എന്ന പരിതാപകരമായ നെറ്റ് റൺ റേറ്റോടെ പോയിന്റ് ടേബിളിലെ അവസാന സ്ഥാനക്കാരായാണ് ചെന്നൈ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, അടുത്ത മത്സരം നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ, അതും അവരുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച. കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനം വെച്ച വിലയിരുത്തിയാൽ RCBക്കെതിരെ ചെന്നൈ അത്ഭുതങ്ങളൊന്നും കാട്ടാനിടയില്ല. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റ ചെന്നൈ രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോടും തോറ്റതോടെ ഇനിയൊരു തിരിച്ചുവരവ് അതികഠിനമാകും. 209 എന്ന മാന്യമായ സ്കോർ നേടിയിട്ടും CSKക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല എന്നത് നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഏകോപനമില്ലായ്മ പ്രകടമാണ് ടീമിൽ. സ്വാഭാവികമായും ഇതിൽ പഴിയേറെയും കേൾക്കുന്നത് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ്. ബാറ്റർ എന്ന നിലയിലും നായകൻ എന്ന നിലയിലും ഋതുരാജിൽ നിന്നും പ്രതീക്ഷിച്ച പ്രകടനമല്ല പുറത്തെടുക്കുന്നത്. ഋതുരാജിന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആരാധകർ വിമർശനങ്ങൾ പോലും ഉന്നയിക്കുന്നത്. സഞ്ജു അടക്കം കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച താരങ്ങളെ തന്നെയാണ് മാനേജ്മെന്റ് ചെന്നൈ ടീമിനായി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ നടുക്കുന്ന ഓർമ്മ കൂടി കണക്കിലെടുത്തായിരുന്നു വിട്ടുവീഴ്ച വേണ്ട എന്ന തരത്തിൽ മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ളൊരു സമീപനം എടുത്തത്. എന്നാൽ താരങ്ങൾ തമ്മിലൊരു ഐക്യം കാണാൻ സാധിക്കുന്നില്ല. ഒരു ക്യാപ്റ്റന് വേണ്ട ആത്മവിശ്വാസത്തോടെയുള്ള ശരീരഭാഷയല്ല ഋതുവിൽ കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെയും ഇത് വല്ലാതെ ബാധിച്ചതായി കണ്ടറിയാൻ സാധിക്കും. വൺ ഡേ ഫോർമാറ്റിൽ എന്ന പോലെ ബാറ്റ് ചലിപ്പിക്കുന്ന ഋതുവിന്റെ പ്രകടനത്തിൽ ഒട്ടും തന്നെ തൃപ്തരല്ല ആരാധകരും. നിലവിൽ കളിച്ച ആദ്യ 2 മത്സരങ്ങളും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അടക്കം ചർച്ചകൾ ഉയർന്നു വരുന്നത്. ബാറ്റിംഗ് നിര മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കുമ്പോൾ തന്നെ ഫീൽഡിങ്ങിലാണ് ചെന്നൈക്ക് അടി പതറുന്നത്. ബൗളിംഗ് റൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഋതുരാജ് ഗെയ്ക്വാദ് ഒറ്റയ്ക്കാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് കളത്തിലും പ്രകടമായതോടു കൂടിയാണ് ആരാധകർ രോഷവുമായി എത്തുന്നത്. ഋതുരാജിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ആരാധകർ ഉന്നയിക്കുന്നത്. ഋതുരാജിനെ വ്യക്തിപരമായി പോലും കടന്നാക്രമിക്കുകയാണ് ഇവർ. ഇതിന്റെ ഭാഗമായി സ്വന്തം ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ കമന്റ് വരെ ഋതുരാജിന് ഇപ്പോൾ ഓഫ് ആക്കേണ്ടി വന്നിരിക്കുകയാണ്. പഞ്ചാബിനെതിരെ ബോളർമാരെ ഉപയോഗിച്ചതിലും ഫീൽഡിംഗ് വിന്യാസത്തിലും പിഴവുകൾ സംഭവിച്ചുവെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായ ബോളിംഗ് പ്ലാൻ ഒരുക്കാനൊന്നും ഋതുരാജിന് സാധിക്കുന്നില്ല. 14.2 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച പ്രശാന്ത് വിയറിന് എന്തുകൊണ്ടാണ് ബോളിംഗിൽ അവസരം നൽകാത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം. സ്പിൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ശേഷിയുള്ളയാളായിട്ടും പ്രശാന്തിന് അവസരം നൽകിയില്ല. തേർഡ് മാനിൽ ഫീൽഡറെ വിന്യസിക്കാതെ പല ഓവറുകളിലും സ്ലിപ്പ് ഫീൽഡറെ കൊണ്ടുവന്ന ഋതുരാജിന്റെ തീരുമാനം അൻപെ പാളിയിരുന്നു. ഇതോടെ 200-ന് മുകളിലെ വിജയലക്ഷ്യം അനായാസമായി പിന്തുടരാനും പഞ്ചാബിന് സാധിച്ചു. മാത്രമല്ല, തോൽവിക്ക് കാരണം സ്പിന്നർമാരുടെ മോശം പ്രകടനമാണെന്നാണ് മത്സരശേഷം ഋതുരാജ് പറഞ്ഞത്. ഇത് വലിയ ചർച്ചകൾക്കും ഇടയാക്കി. ഇതിൽ ബോളിംഗ് യൂണിറ്റിന് കടുത്ത അമർശമുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ഇതാ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ടീമിന്റെ പ്ലേയിങ് 11 കൂട്ടുകെട്ടത്തിന് ശരിയല്ല എന്നാണ് ആരാധക പക്ഷം. കാർത്തിക് ശർമ്മയ്ക്കും പ്രശാന്ത് വീറിനും പ്രതീക്ഷ നൽകുന്ന ഒരു ഷോട്ട് പോലും കളിക്കാൻ സാധിക്കുന്നില്ല. ഇവർക്ക് എന്തിനാണ് 14.5 കോടി രൂപയോളം കൊടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നേരത്തെ MS ധോണി കളത്തിലുണ്ടെങ്കിൽ ആത്മവിശ്വാസമായിരുന്നു ചെന്നൈക്ക്. ആ വിടവ് പരിഹരിക്കാൻ സഞ്ജു എത്തിയെങ്കിലും കാര്യമായി സഞ്ജുവിനെ ഉപയോഗിക്കാൻ ടീമിന് ഇനിയും സാധിച്ചിട്ടില്ല. പുതുതായി നിയോഗിക്കപ്പെട്ട സഞ്ജു ആകട്ടെ താരങ്ങളുമായി ഇടപഴകി വരുന്നതേയുള്ളൂ. ഗെയ്ക്വാദിനെ സമ്മർദ്ദത്തിലാക്കുന്നത് സഞ്ജു എന്ന ഫാക്ടർ കൂടിയാകണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കിടയിലാണ് ചെന്നൈ ടീമിലെ സഞ്ജുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ മൈക്കിൾ വോണും ന്യൂസിലൻഡിന്റെ മുൻ പേസർ സൈമൺ ഡ്യൂളും പരാമർശിച്ചത്. രാജസ്ഥാൻ റോയൽസിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസന്റെ സാന്നിധ്യം നിലവിലെ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയാകുമോ എന്നായിരുന്നു ചോദ്യം. സഞ്ജു ടീമിൽ തുടരുന്നത് ഗെയ്ക്വാദിന് ഭീഷണിയാണെന്നാണ് വോൺ പ്രതികരിച്ചത്. എന്നാൽ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ സഞ്ജുവിന് ഇനിയും ട്രാക്ക് കണ്ടെത്താൻ സാധിക്കാത്തതും ചർച്ചകളിൽ നിറങ്ങിക്കഴിഞ്ഞു. ഇതുവരെ നേടാനായത് വെറും 13 റൺസ് മാത്രമാണ്. 6, 7 എന്നിങ്ങനെയാണ് മഞ്ഞക്കുപ്പായത്തിലെ സഞ്ജുവിന്റെ സ്കോറുകൾ. എന്നാൽ ആരാധകരുടെ ഭാഗത്ത് നിന്നും അത്ര വലിയ പ്രതിഷേധം സഞ്ജുവിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. സമയമെടുത്തായാലും തിരിച്ചു വരാൻ കെൽപ്പുള്ള താരമായിട്ടാണ് മലയാളി താരത്തെ കണക്കാക്കുന്നത്. സഞ്ജു ടീമിന്റെ ഭാവി ക്യാപ്റ്റനാണ് എന്ന നിലയ്ക്കുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ ഇപ്പോൾ സജീവമാണ്. മാനേജ്മെന്റ് പരിഗണിച്ചേക്കാവുന്ന വിഷയം കൂടി ആയതിനാൽ
ആ സമ്മർദ്ദവും ഋതുവിന്റെ മേൽ ഉണ്ട്. യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് എല്ലാ സമ്മർദ്ദവും ചുമലിലേറ്റുന്നത് ഋതുവിനും ടീമിനും കൂടുതൽ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ റോളിലേക്കും ബാറ്ററുടെ റോളിലേക്കും മാത്രമായി ഒതുങ്ങുന്നതും ഒരു വിഷമകരമായ കാര്യമാണ്. സഞ്ജു രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ എത്തിച്ച നായകനാണ്. എന്നാൽ സഞ്ജു CSK ക്യാപ്റ്റൻസിയിൽ ഒരു തരത്തിലും ഇടപെടുന്നത് കാണാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഋതുരാജ് ഒറ്റയ്ക്കെടുക്കുന്ന പല തീരുമാനങ്ങളും പാളിപ്പോവുകയാണ്. രാജസ്ഥാന്റെ ക്യാപ്റ്റനായി കൂടി പ്രവർത്തിച്ച സഞ്ജുവിന്റെ വാക്കുകൾ കൂടി ഗെയ്ക്വാദ് പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ പോലും ഉള്ളത്. അതേസമയം ഋതുരാജിനെ പോലെ തന്നെ വരും മത്സരങ്ങൾ നിർണായകമാകാൻ പോകുന്നത് ടീമിന്റെ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനാണ്. പുതിയ തന്ത്രങ്ങളൊന്നും അവതരിപ്പിക്കാനോ നടപ്പിലാക്കാനോ പരിശീലകൻ എന്ന നിലയിൽ ഫ്ലെമിങ്ങിന് സാധിക്കുന്നില്ല. ഇനിയും പ്രകടനം മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ CSK ഫ്ലെമിങ്ങുമായുള്ള കരാർ അവസാനിപ്പിച്ച് പുതിയ പരിശീലകനെ തേടും. ഫ്ലെമിങ് പരിശീലകൻ എന്ന നിലയിൽ നിർണായക തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. CSK 5 തവണ കപ്പെടുത്തപ്പോഴും സീനിയർ താരങ്ങളുടെ വലിയ നിര ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശീലകൻ എന്ന നിലയിൽ അധികം വെല്ലുവിളി ഫ്ലെമിങ്ങിന് അത് നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പരിശീലകൻ എന്ന നിലയിൽ ഫ്ലെമിങ് കരുത്ത് കാട്ടേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. എന്നാൽ അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നുമില്ല. പഴകിയ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഫ്ലെമിങ്ങിന്റെ ആ ഒരു ശൈലി. പുതുതായി യാതൊരു മാറ്റങ്ങളും ടീമിൽ വരുത്താൻ ഫ്ലെമിങ് തയ്യാറായിട്ടില്ല, റിസ്ക്കും എടുക്കുന്നില്ല. ഇപ്പോൾ CSK തലമുറ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുവതാരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്ന് പുതിയ നിരയെ കെട്ടിപ്പടുക്കാനാണ് മഞ്ഞപ്പട ശ്രമിക്കുന്നത്. ഈ സമയത്ത് പരിശീലകൻ എന്ന നിലയിൽ ഫ്ലെമിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡഗൌട്ടിൽ ശാന്തനായിരുന്ന കളി കാണുന്ന പരിശീലകനായി മാത്രം ഫ്ലെമിങ് ഒതുങ്ങുകയാണ്. ഇത്തരമൊരു പരിശീലകനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നത് CSK കാട്ടുന്ന വലിയ അബദ്ധവും. താരങ്ങളിൽ തലമുറ മാറ്റം വന്നപ്പോൾ പരിശീലകനിലും മാറ്റം കൊണ്ടുവരാൻ CSK തയ്യാറാകേണ്ടതായി ഉണ്ടായിരുന്നു. CSKക്ക് പുതിയൊരു ശൈലി ആവശ്യമാണ്. സീനിയർ താരങ്ങളെ ഉപയോഗിച്ച കളിക്കുന്ന തന്ത്രത്തിൽ നിന്ന് ടീം മാറി ചിന്തിക്കാൻ തുടങ്ങിയതിനാൽ തന്നെ പുതിയൊരു ശൈലിയിലേക്ക് CSKക്ക് മാറി ചിന്തിക്കേണ്ടതായി ഉണ്ട്. ഇതിന് ഫ്ലെമിങ്ങുമായി മുന്നോട്ട് പോയാൽ സാധ്യമല്ല. അതിനായി പുതിയ പരിശീലകൻ തന്നെ വരേണ്ടതുണ്ട്. ഈ സീസണിൽ CSKക്ക് പ്ലേ ഓഫിലെങ്കിലും എത്താനായില്ല എങ്കിൽ CSK പുതിയ പരിശീലകനെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ചെന്നൈക്ക് ശാപം പിടിച്ച ദിവസങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ മത്സരമാണ് ഇനി മുന്നിലുള്ളത്. എതിരാളികളാകട്ടെ നിലവിലെ ചാമ്പ്യന്മാരും വമ്പന്മാരുമായ RCB ആണ്. രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്ന RCB ചെന്നൈയെ തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താനുള്ള ലക്ഷ്യത്തിലാണ്. ഒറ്റ മത്സരം കൊണ്ട് 2.907 എന്ന ഗംഭീര നെറ്റ് റൺ റേറ്റ് നേടിയെടുക്കാൻ RCBക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ബാറ്റർമാരും ബോളർമാരും മിന്നും ഫോമിലുമാണ് ഉള്ളത്. മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും. എല്ലാത്തിലും ഉപരിയായി ബാംഗ്ലൂരിന്റെ തട്ടകത്തിലാണ് അംഗം നടക്കുന്നത്. ഈ വെല്ലുവിളികൾ മറികടക്കുക ചെന്നൈയെ സംബന്ധിച്ച ഒട്ടും തന്നെ എളുപ്പമല്ല. ഈ മത്സരത്തിലും തിരിച്ചു വരാൻ സാധിച്ചില്ല എങ്കിൽ ചെന്നൈ ആരാധകർ കൂട്ടത്തോടെ ഇളകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല പ്ലേ ഓഫിലേക്ക് സ്മൂത്തായി എത്തിപ്പെടണമെങ്കിൽ ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാനില്ല ഋതുവിനും കൂട്ടർക്കും. സ്വാഭാവികമായിട്ടും ഋതുരാജിന് മേൽ തന്നെയാണ് ഇന്ന് എല്ലാ കണ്ണുകളും. ക്യാപ്റ്റൻസി തുടരണമോ എന്ന കാര്യത്തിലടക്കമുള്ള ചർച്ചകൾ ഈ മത്സരത്തെ ആശ്രയിച്ചിരിക്കും. ഇനിയും ഒരു തിരിച്ചുവരവ് CSKക്ക് സാധ്യമല്ല എങ്കിൽ സഞ്ജു സാംസൺ എന്ന ഓപ്ഷനിലേക്ക് പോകാനും ഇടയുണ്ട്. സഞ്ജുവിന് CSKയുടെ നായകസ്ഥാനം നൽകണമെന്നാണ് ആരാധകരും പറയുന്നത്. എന്തായാലും CSKക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല. MS ധോണിയുടെ ഇടപെടലിലൂടെ CSKക്ക് മാറ്റം വരുമെന്ന് കരുതാനുമാകില്ല. ബാറ്റിംഗ് നിര ഭേദപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ബൗളിംഗ് നിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ചെന്നൈക്ക് ഇനി മുന്നോട്ട് പോകില്ല. എന്നാലും തോൽവി ആവർത്തിക്കുമോ അതോ അത്ഭുതകരമായി ഈ ടൂർണമെന്റിലേക്ക് തിരിച്ചു വരുമോ ചെന്നൈ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.